വെൽക്കം ബാക്ക് ടു ടീൻ സ്റ്റേഴ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ കുറച്ച് പുറത്തേക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതേ പാറക്കുട്ടി എല്ലാവരും ഇതേ അപ്പുറത്തുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം ആവാറായി, 5:30 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എനിക്ക് വേഗം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. പിന്നെ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പാറക്കുട്ടിക്ക് ക്ലാസ് ഉണ്ട്, നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഉള്ള ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. 6 o'clock അല്ലെങ്കിൽ 6:50 ആണ് അവർ ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാറക്കുട്ടിനോട് എന്തായാലും ക്ലാസ്സുള്ള കാര്യം പറഞ്ഞില്ല. ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിന് തൊട്ട് മുമ്പായിട്ടേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കും എന്ത് ക്ലാസ്സാണെന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവളുടെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സാണ് അവൾക്കുള്ളത്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതാണ്. ഈ പറഞ്ഞ പോലെ കുറേ സ്റ്റുഡൻസും ഉണ്ടാവില്ല. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഒരുപാട് പിള്ളേരായിട്ടുള്ള ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ. ഒറ്റ കുട്ടിക്ക് ഒറ്റ ടീച്ചർ, അങ്ങനെയാണ്. അപ്പോൾ അവളുടെ ടീച്ചറും അവളും മാത്രം ഉണ്ടാവുള്ളൂ ആ ക്ലാസ്സിൽ. അപ്പോൾ ഇവർ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ബോണ്ടാണ് രണ്ടുപേരും തമ്മിൽ. ഇപ്പോൾ സെറ്റ് ഒരു 6 മാസമായി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാളെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇന്നുണ്ടൊരു ക്ലാസ്. അപ്പോൾ അതിന് വേണ്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് വേഗം റെഡി ആവട്ടെ, അവളെ വേഗം മെയിൽ ഒഴിക്കട്ടെ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. പാറക്കുട്ടിക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ. എന്താണ് ഇന്നലെ മേടിച്ചത്, എന്താ പാറ എടുക്കണേ? അതിൻ്റെ കൂടെ പേര് ലിബാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാശിക്കുട്ടാ വായോ, കാശിക്കുട്ടാ ഇരുന്നവിടെ കാശി കാശിക്കുട്ടാ ടീച്ചർ വേറെ ആറായിട്ടുണ്ട്. നമുക്ക് 6 മണിക്കല്ലേ സമയം. ടീച്ചർ വരും, 6 മണി ആവട്ടെ. ടീച്ചർ വരും. ടീച്ചർ എനിക്കൊന്ന് കണ്ടാ മതി. ഓക്കെ, ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യ്. അമ്മനെ ABCD ഒക്കെ ജസ്റ്റ് നോക്കിയൊന്ന്. ഇവിടെ അപ്പുറത്ത് മറിക്കി. വെരി ഗുഡ്. ടീച്ചർ ചോദിക്കുമ്പോ പറയണം കേട്ടാ. Johnny, Johnny, give Papa sugar, Papa, telling lies, no Papa, open your mouth. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പാർക്കുട്ടി എത്ര ഹാപ്പി ആയിട്ട് അവളെ ടീച്ചർ എടുത്തിരിക്കും. കുറച്ച് നേരത്തെ വാശി പിടിച്ചതിനുള്ള കാരണം ഇത് തന്നെയാണ്. അവളെ ടീച്ചറായിട്ട് ഭയങ്കര ഒരു ബോണ്ടാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നൊരു സംഭവം ആകുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ മുകളിൽ തന്നെയായിരിക്കും. നമുക്കൊരു ടെൻഷൻ വേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു 6 മാസമായി നമ്മുടെ പാർക്കുട്ടി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്താ റീഡിങ്, റൈറ്റിങ്, സ്പെല്ലിങ്, സൗണ്ട്സ്, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. പാറു ഈ അറ്റൻഡ് ചെയ്യുന്ന കോഴ്സ് ലിറ്റിൽ ജീരി എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അതായത് 3.5 വയസ്സ് തൊട്ടിട്ട് 8 വയസ്സ് വരെയുള്ള, അതായത് pre-KG തൊട്ടിട്ട് 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ബേസിക് ഫൗണ്ടേഷനാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പണ്ട് ഇവിടെ അടുത്തൊക്കെ ഇരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ അടുത്തൊന്നും ഇരിക്കില്ല. കാരണം അവളെ ടീച്ചറായി കാര്യങ്ങളായി അവളോടൊപ്പം ഇരുന്ന് പഠിച്ചോളും. പിന്നെ അവളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ബിഹേവിയർ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വീക്കെൻഡിൽ കുറേ പ്രോഗ്രാമുകളും കുറേ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്.
ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല കേട്ടോ, ഇവർ കുറേ ബുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ GCC കൺട്രീസിലുള്ള കുട്ടികൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാം. അതേപോലെ ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഡെയിലി ബേസിസിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അതൊരു ട്യൂഷൻ പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള കോഴ്സുകൾ മാത്രമല്ല കേട്ടോ, നമ്മൾ പാരൻസിന് വേണ്ടിയിട്ടുള്ള കുറേ കോഴ്സുകളും ഇവർക്കിലുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട്. നല്ലൊരു അടിപൊളി ക്ലാസ്സാണ്. ഇപ്പോൾ നമ്മുടെ പാറുക്കുട്ടി തന്നെ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ. അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും. അതേപോലെ കുറേ നോളേജ് ഇതിൽ നമുക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എഴുതി ബി നോക്കട്ടെ. ഞാൻ പിന്നെ ഇവരുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് അറിയണത് ഒരു യൂട്യൂബ് വഴിയാണ് കേട്ടോ. ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യം അറിഞ്ഞത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേർക്കുള്ള ഒരു കോച്ചിങ് ആണത്. അതായത് ഇപ്പോൾ ചില പിള്ളേർ ചില സബ്ജക്റ്റിലൊക്കെ കുറച്ച് വീക്കായിട്ടുള്ള പിള്ളേരുണ്ട്. ഇപ്പോൾ മാത്സോ ഇംഗ്ലീഷോ ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്കായിട്ടുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ ആ പിള്ളേർക്കുള്ള ഒരു സ്പെഷ്യൽ ഒരു കോച്ചിങ് കൊടുക്കുക. അതായത് ആദ്യം തന്നെ ഇപ്പോൾ ഒരു മാത്സിലാണ് ഒരു കുട്ടി വീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. കാരണം എന്തുകൊണ്ടാണ് ആ കുട്ടി ഇത്ര വീക്കായിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അറിയാനും അവൻ്റെ ബേസിക് നോളേജ് എന്താണ്, അവൻ എങ്ങനെയാണ് അതറിയാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. അതിനുശേഷം അവൻ്റെ എന്തൊക്കെ കുറവുണ്ടോ അതിനൊക്കെ നികത്തി ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ പിന്നെ ഒരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ. നമുക്ക് നേരിട്ട് ഇതിൽ ചേരാൻ പറ്റില്ല. അതായത് ആദ്യം ഈ പറഞ്ഞ അസസ്മെൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എവിടെയൊക്കെ പോരായ്മകളുണ്ട് അത് തിരിച്ചറിയവർ ആദ്യം. അതിനുശേഷം നല്ലൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആക്കിയതിന് ശേഷമാണ് അവർ ബേസിക് ആയിട്ടുള്ള ട്യൂഷൻ, അതായത് നമ്മുടെ സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ അവർ പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കില്ല. അപ്പോൾ ഏതെങ്കിലും പിള്ളേർ എപ്പോഴെങ്കിലുമൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിൽ ആയിട്ടുള്ള പിള്ളേർക്ക് സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും അവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വല്ല പിള്ളേരുണ്ടെങ്കിൽ ഇവരെന്തായാലും അപ്രോച്ച് ചെയ്യുക, 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്കാണ് അവർ സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ സബ്ജക്റ്റ് വേണമെങ്കിൽ എല്ലാ സബ്ജക്റ്റും എടുക്കുക, നമ്മുടെ ഇഷ്ടമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരു അക്കാദമിക് കലണ്ടർ ഇവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവർ ക്ലാസ് കൊടുക്കുക. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും അവർ ക്ലാസ് നമുക്ക് തരുന്നത്. ഓരോ സ്റ്റാൻഡേർഡിനനുസരിച്ചും ബേസിക് ആയിട്ട് എന്ത് നോളേജാണ് വേണ്ടത് ആ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് പക്കയായിട്ട് പിള്ളേരെ പഠിപ്പിച്ചെടുക്കാനായിട്ട് ഇവർ 100% റിസൾട്ട് ഉറപ്പാട്ടോ. അപ്പോൾ അതേ പാർക്കുട്ടിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പാർക്കുട്ടിക്ക് ടീച്ചറും പാർക്കുട്ടിയും ടാറ്റയും പ്ലേലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ബൈ ബൈ പറയുകയാണ്. നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ബൈ ബൈ പറയുകയാണ്. അപ്പോൾ എന്താ പാർക്കുട്ടിക്ക് ബൈ ബൈ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വിഷമമൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എന്തേ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടായിട്ട് എന്തൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി സ്കൂളിൽ എന്തൊക്കെ ഐറ്റംസാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ അല്ല, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെന്താ, ഇന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പാറുക്കുട്ടിക്ക് 9:50 തുടങ്ങിയിട്ട് 12 o'clock വരെയാണ് നാളെ ക്ലാസ്. പാരൻസ് ഉണ്ടായിരിക്കണം, കുറേ ഫംഗ്ഷനും എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാരൻ്റെ കൂടെ വരാം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ആണ് തുറക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ശനി ഞായർ വീണ്ടും അവധിയാണ്. പിന്നെ തിങ്കളാഴ്ച തൊട്ട് കറക്റ്റ് റൂട്ടീനായിട്ട് പോകും. അപ്പോൾ അപ്പുറത്തെ സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൽ അയച്ചിട്ടില്ല. മെയിൽ അയക്കാൻ ഇത്തിരി നേരം വൈകി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ് 6 മണിക്കായിരുന്നു. പ്ലസ് തണവല്ലേ, നല്ല മഴയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല മഴ പെയ്യായിരുന്നു, നല്ല തണവും. ആ നേരത്ത് മെയിൽ അയക്കേണ്ടെന്ന് വിചാരിച്ചു. പാറുവിനെ മാത്രം മെയിൽ അയച്ചുള്ളൂ. അപ്പോൾ ഇനി ഇവരെ മെയിൽ കഴിക്കണം. ഇവരെ മെയിൽ കഴിച്ച് കുറുക്ക് കൊടുക്കണം. കാശിനെ ഇപ്പം പിടിച്ചാൽ കിട്ടത്തില്ല ഗൈസ്, അവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഇവരെ മെയിലൊക്കെ കഴിച്ചിട്ട് കാണാം.
ഗൈസ് ഞങ്ങളപ്പോ കുളിച്ചിട്ട് വരാം, ഞങ്ങൾ പിള്ളേരെ കുളിപ്പിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്, വെക്കാനുണ്ട്. പിന്നെ തോണ്ടത് പാറുക്കുട്ടിക്ക് വിശന്നിട്ട് പാടില്ല. അപ്പൊ അവൾക്ക് ചെമ്മീൻ റോസ്റ്റിന്റെ ചെമ്മീനും പിന്നെ മീൻകറിയിൽ മാങ്ങയും ഒരു പപ്പടവും കൂട്ടിയിട്ട് ഇതേപ്പോൾ ചോറ് കൊടുക്കുക. പാറു ഇപ്പം നല്ല ഉറക്കമായിട്ടുണ്ടാവും കേട്ടോ. ഉറങ്ങാൻ പോണേന്ന് അവൾ ഉറക്കിയില്ല. ഈ പറഞ്ഞ പോലെ പാറുവിനെ ഞാനിന്ന് ഉറക്കിയില്ല, കാരണം ഇനി അങ്ങനെ ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവൾ 12 മണി 1 മണിയൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ട് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുക. അപ്പം ആ ഒരു ശീലം മാറ്റണം. അപ്പം പാറുവിന് ഇപ്പം നല്ല ഇങ്ങനെയൊക്കെ പോകണ്ട. വേഗം ചോറ് കൊടുക്കട്ടെ അവൾക്ക്. ഞാനുണ്ടല്ലോ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ചിരി വരുന്നു. ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണോ. അതായത് ഇപ്പം നാളെ എൻ്റെ കല്യാണം, സീരിയസ്ലി. അല്ലെങ്കിൽ നമുക്ക് നാളെ SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള പോലത്തെ ടെൻഷൻ എനിക്ക് ഒട്ടുമിക്ക അമ്മമാർക്കും അങ്ങനെയായിരിക്കും. ആദ്യമായിട്ട് സ്കൂളിൽ പറഞ്ഞയക്കുന്ന അമ്മമാർക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ വെറുതെ പറഞ്ഞിട്ട് എനിക്ക് നെഞ്ചിങ്ങനെ ഇടിക്കുന്നു. എങ്ങനെയാവും അതൊന്നും അറിയില്ലല്ലോ. ഭയങ്കര ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റ് എല്ലാതും ഉണ്ട്. അപ്പോൾ പാറുക്കുട്ടിക്ക് മറ്റൊരു സാധനമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവളെ യൂണിഫോം കാണിച്ചു തരാം. ചേച്ചി എന്തെടുക്ക ഇവിടെ? യൂണിഫോം ഒക്കെ തേച്ച് ശരിക്കും പറഞ്ഞ മേമ ചെയ്യേണ്ട പണികളാ ഇതൊക്കെ. ആണോ? മേമയുടെ കയ്യിലൊരു പണി ഇരിക്കുന്നുണ്ടോ? മേമ ചെയ്യേണ്ട പണികളാ അല്ലല്ലോ. അല്ലേ? നിങ്ങളുടെ ആകുമ്പോ ഞാൻ ചെയ്യും. അന്നൊക്കെ നാളെ തൊട്ട് പാറൂരുടെ എല്ലാ യൂണിഫോമും ഞാൻ തേക്കും. അതൊരെണ്ണം, ഇത് 3 എണ്ണം. ഇതല്ലാതെ എനിക്ക് അവിടെ നല്ല രീതിയിൽ തേച്ചൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ കവറിൽ വെച്ച് മടക്കി കൊണ്ടുവന്നപ്പോഴൊരു ചെറിയൊരു ഇത്. അപ്പൊ ഞാൻ എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് തേച്ചിട്ട്. ഈ സാധ്യമായി പോകുന്ന എല്ലാ അമ്മമാർക്കും ഇങ്ങനെയാണ്. എല്ലാ അമ്മമാർക്കും ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോ അമ്മമാർ പറയും പാറു ഇത് തേച്ചിട്ടുണ്ടോടി. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. തേച്ചിടല്, അതേപോലെ തന്നെ നഖം വെട്ടല്, മുടി ഇങ്ങനെയൊക്കെ ചെറിയ ഇടുന്നാ മതി. ഇത് വേഗം സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ സാധനങ്ങള് കാണിച്ചു തരാം കേട്ടോ. വേറെ ആരുമല്ല, കീർത്തു ചേച്ചിയാണത്. ഞാൻ നടക്കാൻ തുടങ്ങി. ക്രാവിനോട് വെച്ചോ നീ പോയേ. മോൻ വരുന്നുണ്ടാ, വാ ഈ കുഴിയിലിരുന്നോ. അപ്പൊ നമ്മുടെ പാറുക്കുട്ടിയുടെ കൊണ്ടുപോകും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. പക്ഷെ നിങ്ങൾ അത് നല്ലൊരു രാഗമായിട്ട് എടുക്കുക. കാരണം ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ തൊട്ടപ്പുറത്തുണ്ട്. അപ്പം ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പാറുക്കുട്ടിയുടെ സ്കൂൾ ബാഗ്. അപ്പോൾ ഇതിലൊരു നെയിം സ്ലിപ്പ് വെക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു നെയിം സ്ലിപ്പ് എടുക്കട്ടെ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച നെയിം സ്ലിപ്പ്. എനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ ഒക്കെ മേടിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞായിരുന്നു. നമ്മൾ തലേ ദിവസം വാങ്ങിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ വിലയും കൂടുതലായിരിക്കും, നല്ല കളക്ഷനും ഉണ്ടാവില്ല. അങ്ങനെ സംഭവം. അപ്പം ഇതായിരുന്നു ബാർബി ഡോളിൻ്റെ. ഇതിലേതെടുക്കും ഗീത്തു? ഒക്കെ ബാർബി ഡോളാ. ഇതിൽ ഞാൻ ഈ ബാർബിനെ സെലക്ട് ചെയ്തു, ദിസ് വൺ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. അതായത് LKG-ക്കാര് പിള്ളേർക്ക് പശല്ലേ, അപ്പോൾ നമുക്കതിന് പേര് എഴുതാം അല്ലേ.
എന്റെ കുട്ട ബാഗിൽ കണ്ടോ? ആ അപ്പൊ ഇതിന്റെ പുറത്താണ് ഒട്ടിക്ക്, ഇതിന്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലമുണ്ട്. ആ അതായത് ഇപ്പൊ ഇവിടെ സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ കയറ്റി വെച്ചാ പോരെ. ഇവിടെ പേര് എഴുതിക്കാം, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നെയിം നെയിം നിഹ നിതീഷ്. ഓഫ് നെയിം സ്ലിപ്പിന് പേരടിച്ച്. നിഹ നിതീഷ്. സബ്ജക്റ്റ് STD LKGE. പാറു D ആയിരുന്നു, പക്ഷെ പാറുവിന് ഇപ്പോ ഇക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. LKG ഡിവിഷൻ E. ഈ ഒരു സാധനം ഞാൻ മാറ്റി ചട്ടിട്ടിട്ടില്ലേ ഇത് ബുക്ക്. ബാക്കില് അതായത് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പം പിന്നെ ഉള്ളത് നമ്മുടെ ബുക്സ് ആണ് കേട്ടോ. ബുക്സ് ഒക്കെ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പൊ ആ ബുക്സുകളും കാര്യങ്ങളാണ് ഉള്ളത്. അതിന് ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കാനുണ്ട്, കുറച്ച് ബുക്സ് ചട്ടിടാനുണ്ട്. അപ്പൊ എന്തായാലും അതൊന്ന് തീർക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ സമയം 10 മണി 10 ആയിട്ടുണ്ട്. ചേട്ടൻ അവൻ എത്തിയിട്ടില്ല. അപ്പൊ അത് അവരെത്തിയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ. പിന്നെ അവിടെ മെയിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്കത് സ്റ്റീലിന്റെ തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റീലിന്റെ തന്നെ കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലഞ്ച് റെസിപ്പീസ്, ടിഫിൻ ബോക്സ് റെസിപ്പീസ് അതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ടിഫിൻ ബോക്സ് പല ടൈപ്പിലുള്ള ടിഫിൻ ബോക്സ് കണ്ടിട്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ വെച്ചിട്ട് ഞാൻ പോയിട്ട് 4ാമത്തെ കടയിൽ നിന്ന് അങ്ങാണ്ട് ഏകദേശം ഒരു രൂപകാരൻ, എന്നാലും ഉദ്ദേശമല്ല അതേപോലത്തെ കിട്ടിയത്. അപ്പൊ ഇത് ടിഫിൻ ബോക്സിന്റെ ആണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോ ഇതിന്റെ ചെറുതുണ്ടായിരുന്നു. ചെറുതുണ്ടാവുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ ഇഡലി, സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സാമ്പാറും അങ്ങനെ അത് അവിടെ കഴിക്കത്തില്ല സെപ്പറേറ്റ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നട്ട്സ് വെച്ച് കൊടുക്കണമെങ്കിലോ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കണമെങ്കിലോ അതൊക്കെ സെപ്പറേറ്റ് പിന്നെ 10 പാത്രങ്ങൾ വേണ്ടേ. ഇതാകുമ്പോൾ ഒറ്റ പാത്രത്തിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ 2 ചെറിയ ബോക്സ്, സ്പേസ് ഒന്നും ഇല്ലാത്ത ശരിക്കും പറഞ്ഞാൽ കുട്ടി ബോക്സ്. ഇപ്പോൾ വേണമെങ്കിൽ കറിയോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ വെക്കാം. ഒരു 11 മണി നേരത്തെ കണ്ടാണ് അവരുടെ ടിഫിൻ ബോക്സിന്റെ ടൈമും അതിൻ്റെ ഉള്ളിൽ സംഭവം എടുക്കാം. അപ്പൊ ഇതാണ് ടിഫിൻ ബോക്സ്. നല്ല പൈസയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയും കൂടും, സെലക്ഷനും കുറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് അടയ്ക്കാനൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്താണ് നമ്മൾ പൊട്ടിക്കുന്നത്. പിന്നെ ഇത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ ഈ സൈസ് ഈ പറഞ്ഞ പോലെ അവൾ കുടിക്കുമോ നോക്കട്ടെ. വെള്ളം കൂടി ചില സമയത്ത് കുടിക്കും. പിന്നെ ഇതിന് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അവള് കുടിക്കും. അവൾക്ക് ഇൻട്രസ്റ്റ് ആണ് കുടിക്കാനായിട്ട്. അപ്പൊ വേഗം കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോട്ടിൽ, പിന്നെ മഴക്കാലം അല്ലേ, കുടിക്കാൻ വലിയ ചാൻസ് കാണില്ല. എന്നാലും നോക്കാം. ഇതാണ് ലഞ്ച് ബോക്സ്. ഇത്ര വലുതാണെങ്കിലും അതേ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ഏകദേശം ഞാൻ വിചാരിച്ചൊരു മോഡലിന് ഇപ്പൊ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ല 4ാമത്തെ കടയിൽ കണ്ട കിട്ടിയത്. അപ്പൊ ഞാൻ എന്തായാലും മിസ് ചെയ്യാന്നില്ല, മേടിച്ചു. ഈ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ സ്പൂണും ഇതുകൊണ്ട്. അപ്പോൾ അതടച്ചിട്ട് ഇതെനിക്ക് എന്തോ തുറക്കാൻ ഇച്ചിരി തുറക്കാൻ കുഴപ്പമില്ല, അടയ്ക്കാനേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള തോന്നും. ഇതിങ്ങനെ ചോറും കറിയും പാറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോറിൽ കറി ഒഴിച്ചിട്ട് തിന്നൊരു കൂട്ടത്തിലല്ല. ഞാൻ വാരി കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമെന്നല്ലാണ്ട് അവളായിട്ട് കഴിക്കൊന്നുമില്ല ഗായ്സ്. കാശി എനിക്ക് കേട്ടോ ഗൈസ്. അപ്പൊ അവരെത്തിയിട്ടുണ്ട്, അവർക്ക് ഞാൻ കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ് ടിഫിൻ ബോക്സ് അല്ല, ലഞ്ച് ബോക്സ് ആണ്. ലഞ്ച് ബോക്സ് എനിക്ക് കേട്ടാ ഇതെനിക്ക് അടയ്ക്കാൻ ഇച്ചിരി ഇപ്പൊ ഒറ്റടിക്ക് സംഭവം ശരിയാവുമായിരിക്കും. പിന്നെ കാണിക്കുന്നത് ഡയറ്റാണ്. പിന്നെ ഇപ്പൊ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ് അത് മെയിൻ. പിന്നെ അവിടെ നമുക്ക് യൂണിഫോമിന് ടൈപ്സ് ആയിരിക്കണം. പിന്നെ പെറ്റിക്കോട്ട് എടുത്തിട്ട്, പെറ്റിക്കോട്ട് നമ്മൾ കോട്ടന്റെ ആണ് കുറച്ചുകൂടെ സുഖം. പക്ഷെ ഞാൻ ബനിയൻ സ്റ്റെഫിന്റെ ആണ് മേടിച്ചത്. കണ്ടോ, ഇങ്ങനത്തെ അതായത് ഇതുകൊണ്ടത് ഇങ്ങനത്തെ ഒരു 4 എണ്ണം മേടിച്ചു. കാരണം നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല, 2 ദിവസമല്ലേ മുടക്കുള്ളൂ. അപ്പൊ അത് 4 മേടിച്ചു. പിന്നെ ടൈപ്സ് മേടിച്ചു, അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ നല്ല രാഗം കേൾക്കുന്നുണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്യണം കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും പൊതിയാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഒരു
ടവല്, വലിയ ടവല് കമ്പൽസറി ആണ്. അപ്പൊ അതും നമ്മൾ മേടിച്ചു. പിന്നെ മേടിച്ച സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് കേട്ടോ. ഞാൻ അവിടെ കുറേ ബോക്സുകൾ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള ലഞ്ച് ബോക്സ്, നമ്മുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബോക്സുകൾ. അപ്പുറത്തെ മക്കളെ വക, ഇപ്പുറത്തെ അമ്മയുടെ വക. അപ്പൊ ലഞ്ച് ബോക്സ് ഇവിടെ തരുത് ബോക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വലുത്. കുറെ പെൻസിലും കുറെ പേനൊക്കെ തരും. ഇപ്പൊ പാറുവിന് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് കാരണം എന്താടി അല്ലോണം ആരുണ്ടെങ്കിൽ അല്ലു നമ്മൾ വാക്കുന്നത് എന്തോ ഒരു കുഞ്ഞു വാശിയാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു പൗച്ച്, ആൾക്ക് ഒരു പെൻസിലും പേനയും ഇതെല്ലാം ഇടണ്ടുള്ളൂ. പോകുമ്പോൾ ഒരെണ്ണം കൊടുത്ത് വിടും, വരും 5-6 കൊണ്ട് വരികയും, അല്ലെങ്കിൽ ഉള്ളതും ഇല്ലാണ്ട് വേറെ ഒരു കൊടുത്ത് വരികയും. എനിക്കത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൗച്ച് മേടിച്ചു. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം, കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അപ്പൊ ഞാൻ എന്തായാലും അത് മേടിച്ചു കൊടുത്തു. പിന്നെ അപ്സരയുടെ, ഇത് അപ്സരല്ലേ ഇത്? അല്ലോ അമ്മ മോനെവിടെ? എന്നാ ചേച്ചിയുടെ പൗച്ച് വേണ്ടേ? പിന്നെ എന്ത് വേണം നിനക്ക്? ബിഗ് ബോസിൽ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദത്തോട് നമ്മൾ ശബ്ദത്തോട് ഉണ്ടാക്കും, പക്ഷെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മള് അപ്സരയുടെ ഒരു പെൻസിൽ ബോക്സ് മേടിച്ചിട്ട് ഇവിടെ അല്ലുട്ടാ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മ അലമാരി പെൻസിലിന്റെ ബോക്സ് ഇരിക്കില്ലേ? പെൻസിൽ ബോക്സ്, ഒരു സ്കെയില്, ഡബ്ബറ്, കട്ടറ്, ഞങ്ങളൊക്കെ സ്കെയിലും കട്ടറും ഡബ്ബറും. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. അമ്മ ഒരു ബോക്സ് അലമാരി പറഞ്ഞില്ലേ, അതിന്റെ പെൻസിൽ ബോക്സ് മീൻസ് പെൻസിലിന്റെ പാക്കറ്റ്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കൂട് അത്. അപ്പൊ അത് മേടിച്ചു. പിന്നെ നമ്മൾ മേടിച്ചു എന്താണ്? പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു കേട്ടോ. വേറൊരു സാധനം കാണിച്ചതേ. ഇതിൽ നമുക്ക് യൂണിഫോം ഞാൻ നേരത്തെ കാണിച്ചതല്ലേ, ഇതിൽ നമുക്ക് അവർക്ക് വേണ്ട സോക്സ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്. കണ്ട, ഇതാണ് പാറുവിന്റെ ബെൽറ്റ്. ടൈയും ടീഷർട്ടും കിട്ടാനുണ്ട്. ഒരു 4 ജോഡി സോക്സ് അവർ തന്നിട്ടുണ്ട്. ആദ്യം കാണിച്ചാൽ മറന്നു. ഓക്കെ, പിന്നെ മേടിച്ചത് 2 ജോഡി ചെരുപ്പ്. 2 ജോഡി ചെരുപ്പ് നമ്മൾ മേടിച്ചു. ഇത് കണ്ടില്ലല്ലോ, ഇത് നമ്മുടെ എന്താ പറയാ ഈ ചെരുപ്പിന്? അല്ല, ഇത് മഴക്കാലത്ത് അവിടെ ഷൂ വേണ്ട, മഴക്കാലത്ത് കറുത്ത ചെരുപ്പ് മതി. അപ്പൊ നമ്മൾ ഈ ചെരുപ്പാണ് മേടിച്ചത്. എന്താ പറയല്ലേ കുറച്ച് നേരം എടുക്കേ. പിന്നെ നിങ്ങൾ കഴിച്ചോ? പിന്നെ ഷൂ, അവർക്ക് ഷൂ ആണ് അവരുടെ മെയിൻ. ഷൂ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഓടിച്ചു നോക്കാൻ നേരം. ഇതിന് നമുക്ക് മറ്റേ ഷൂ പോളിഷർ വേണോ? ഇതിന് ഷൂ പോളിഷർ വേണോ? വേണല്ലേ? ചേട്ടനോട് ചോദിച്ചത് അത്. അപ്പൊ ഈ ഷൂ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഷൂ മേടിച്ചു, ചെരുപ്പ് മേടിച്ചു നമ്മൾ. അപ്പൊ അത്ര അത്യാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ പാറൂന് എനിക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ട് തോന്നിയൊരു സംഭവമാണ്. അതുകൊണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ലോഷനാണ്. ഞാൻ മിക്കതും പാറുവിനെ വിളിച്ചത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് ഉള്ളത്. അതായത് എൻ്റെ സ്കിന്നിന്റെ ബാക്കിൻ്റെ ഒന്ന് എത്തിക്കണേ. അപ്പൊ ഈ ബോക്സ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാറുവിന്റെ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ബോക്സ്. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഒരു ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏട്ടാ ആ റൂമിൽ ഒരു ചീർപ്പിന്റെ ഇരിക്കുന്നു, എടുത്തരാവോ? ഒരു ചീർപ്പ് വാങ്ങിച്ചൊരു ചീർപ്പിൽ ഇരിക്കുന്നുണ്ട് മേശയാണ്. അവൾക്ക് ഞാന് വള മേടിച്ചായിരുന്നു. വളൊക്കെ എങ്ങനത്തെ വളയാണ് ഇടാൻ പറ്റാത്തൊന്നും എനിക്കറിയില്ല. കൈ നിറയെ വളമൊന്നും എന്തായാലും അവിടെ പറ്റില്ല, അലോ ചെയ്യില്ല. അപ്പൊ ഞാന് എന്നാലും വെറുതെ വള ഒന്നും ഇടാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു വളകൾ മേടിച്ചായിരുന്നു. ഇങ്ങനത്തെ ഒരു 3 വള മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് വളകളൊക്കെ വെക്കുന്ന ഒരു സെക്ഷനുണ്ട്, അതിൽ വെക്കാം കേട്ടോ. പാറുവിന് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഞാനും ഗീത്തും കൂടെ പോയിട്ട് വാങ്ങിച്ചായിരുന്നു കുറച്ച്, പക്ഷെ അതൊക്കെ അവൾക്ക് ചെറുതായി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലൂ ബണ്ണ് തന്നെ വേണം. അവര് അല്ലാണ്ട് വേറെ കളർ അവിടെ അലോ ചെയ്യില്ല, അവിടെ ബ്ലൂ ആണ്, അല്ലെങ്കിൽ വിത്ത് ബൺ വേണം. അപ്പോൾ ഇത് ഒരു 4 എണ്ണം ഉണ്ട്. ആദ്യം 4 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഇതൊരു 4 എണ്ണം ഞാൻ മേടിച്ചു. പക്ഷെ എനിക്ക് ഇത്രയും കട്ടിയുള്ളത് മേടിക്കാൻ വലിയ നിഖിലേട്ടാ ഇത്ര വലിയ കട്ടിയുള്ളത് മേടിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ഹെയർ ബൺ മേടിച്ചു, അതിലൊരു ബ്ലൂ കളർ ഉണ്ടല്ലോ, ഇത് മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചതെന്നറിയാമോ, ബ്ലാക്ക് മേടിച്ചു. അതായത് പാറിന് ഇപ്പൊ 2 ബണ്ണ് എന്തായാലും ഇടേണ്ടി വരും. അവളെപ്പോഴും മുടിയുമ്പോൾ അങ്ങനെ കളിക്കുന്ന കാരണം കൊണ്ട് 2 ബണ്ണ് ഇടേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഇത് മേടിച്ചു. അതേപോലെ ഇത് റബ്ബർ ബാൻഡ് ടൈപ്പ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് മേടിച്ചു. അപ്പൊ അത് ഞാൻ എന്തായാലും കൈയോടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ, ഈ ഒരു ബണ്ണിന്റെ ബോക്സിൽ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ മേടിച്ചത് ഈ സാധനം സ്ലൈഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് സ്ലൈഡ്. അപ്പം ഞാനത് എന്തായാലും ജസ്റ്റ് 2 മടക്കാക്കിയിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. സ്ലൈഡ് മേടിച്ചു. പിന്നെ എനിക്കൊരു മാല, അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചു എന്നുള്ളൂ കേട്ടോ. സ്ലൈഡുകളൊക്കെ ഞാൻ പുറത്തേക്ക് മാറ്റി. എനിക്ക് ഇഷ്ടമായി ഈ ഒരു മാല. അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഈ ഒരു മാല മേടിച്ചു. പിന്നെ അത്യാവശ്യമായിട്ട് നമുക്കുള്ളതാണ് ചീർപ്പ്. അതായത് ഒന്നാമത്തെ കാര്യം, എനിക്ക് വാച്ചിലിടാൻ അറിയത്തില്ല. അപ്പം ഇത് വെച്ച് ഇതിങ്ങനെ മേടിക്കാം എന്നൊരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഏട്ടൻ നോക്കുന്നത് ഈ ഒരു സാധനം മേടിച്ചത്. കണ്ടോ, നമ്മൾ വാച്ചിലൊക്കെ ഇടാനൊക്കെ ആയിട്ടാണ് ഇത് മെയിനായിട്ട് ഈ സാധനം. ഞാൻ വാച്ചിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു പഞ്ച്. പിന്നെ ഇത് കുറേ നാളായി വിചാരിക്കുന്നത് പാർക്കുട്ടിക്ക് വേണ്ടി പറഞ്ഞാൽ മേടിക്കണം, നല്ല ഗ്യാപ്പുള്ളൊരു ചീർപ്പ്. അത് ഞാൻ മേടിച്ചിട്ട് ഞാൻ എൻ്റെ ബോക്സിലിടാണ്. പിന്നെ അവിടെ വളരെ ചെറിയൊരു പൊട്ടേ ചെയ്യുള്ളൂ. ഈ ഒരു ബ്ലാക്ക് പൊട്ട് ഉണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് പൊട്ടും പിന്നെ ഈ കുറച്ച് കുഞ്ഞു കളറുള്ള പൊട്ട് അത് ഞാൻ മേടിച്ചു. പിന്നെ മേടിച്ചെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. അവളുടെ വളകളൊക്കെ താഴ്ത്തിക്ക്. പിന്നെ ഞാൻ മേടിച്ചോ എന്താ ഏത് മറ്റേ ഏത് പിന്നെ ഇങ്ങനത്തെ കറുത്തരിപ്പ് ഏതായാലും പോരെ. ചേച്ചിയോട് പറഞ്ഞാൽ ചോദിച്ചത് ചേച്ചിനോട്. അപ്പൊ കറുത്ത ചിരിക്കുന്ന പറഞ്ഞത് അവള് വാങ്ങിച്ചിരിക്കുന്ന ഇങ്ങനത്തെ എങ്ങനെ ബൈറ്റ് പോലത്തെ എന്തായാലും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹിമാലയയുടെ ഒരു അവിടെ ഐലിനർ എഴുതാൻ അങ്ങനെ പാടില്ല. അപ്പോൾ ഒരു ഇത് മേടിച്ചു. ഞാനൊരു ജസ്റ്റ് ലിബാമും കൂടെ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഏകദേശം അതായി. അവൾക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള ആ സാധനങ്ങളും ഏകദേശമായി. പിന്നെ ഞാൻ മേടിച്ചത് കൺമഷി മേടിച്ചത്. വിളിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോയില്ലേ മറ്റു. അപ്പൊ ഇതുകൊണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ പാർക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ. ഇപ്പോഴത്തെ 10:45 നമ്മളിത് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഇത് ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി. നമ്മൾ പാർക്കുട്ടിക്ക് ഒരു ചെറിയ റെയിൻകോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു, അത് കാണിച്ചിടാൻ മറന്നുപോയി. അപ്പോൾ നാളത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കസേരയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. കീത്തു എന്നെ ഉപദേശിക്കുകയായിരുന്നു, അഞ്ജു നമ്മളിങ്ങനെ തീർച്ചയായിട്ടും പറഞ്ഞ എനിക്കും ടെൻഷനാവുന്നു. പറഞ്ഞ സമയം 10:45 ഈ ഫുഡ് കഴിച്ചില്ല. ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ആയിരിക്കും, പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ മിക്ക എല്ലാ ദിവസവും ഞങ്ങൾ 10 മണി ഉണ്ടായിരുന്നു ക്ലിങ് ചോറിനുണ്ടായിരുന്നു ആലോചിക്കുക. പക്ഷെ ഇന്നൊരു സമാധാനം, പാറു ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി അവളെ പഠിപ്പിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് ഞങ്ങളും കൂടെ ആ ഒരു കറക്റ്റ് റൂട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവുള്ളൂ. ഇപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ 3 പേര് എണീറ്റിരിക്കുക. അവർക്ക് നല്ല വാശിയുണ്ട് പിള്ളേർക്ക് 3 ആൾക്കാർക്കും. പിന്നെന്താ ഈ പറഞ്ഞ പോലെ നല്ല രീതി നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പറഞ്ഞയക്കണം, അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. നല്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പൊ പാറുകൊണ്ട് ഒരു കേസ് വരുമ്പോഴായാൽ പോലും നമുക്ക് ഇത്രയും എന്താ പറയാ, ഇത്രയും നമ്മള് ഇപ്പൊ എന്ത് സാധനം ഞാൻ എടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം നോക്കിയിട്ട് എടുക്കുകയുള്ളൂ. അതൊരു പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല കേട്ടോ. നമുക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു,
ഞാൻ പറഞ്ഞല്ലോ അമ്പാടി റോക്സ് ഞാൻ കാണുന്നൊരു ചാനലാണ്. എനിക്ക് ഇഷ്ടമാണ് അവരത് കാണാനായിട്ട്. അതിൽ ആദ്യം ചേച്ചി പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. കാരണം എന്താ വെച്ചാൽ ചേച്ചി പറയുന്നുണ്ട്, ചേച്ചി സ്കൂൾ ഐറ്റംസ് ഉണ്ണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് പൈസ ഉണ്ടായിട്ടല്ല, പക്ഷെ നാളെ പൈസ വരും എന്ന് നോക്കി വെച്ച് നാളെ ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും അവർക്ക് കിട്ടേണ്ട സംഭവവും കുറയ്ക്കാൻ പാടില്ല. നമ്മളെ കൊണ്ടാവുന്നതിന് എത്രയോ ബെറ്റർ നമുക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മളെ പേരൻ്റ് ആയാലും അവരെ കൊണ്ടാവുന്ന ബെസ്റ്റാണ് അവർ ചെയ്തു കൊടുക്കുക. അവർ ജീവിച്ച പോലെ നമ്മുടെ മക്കൾ ജീവിക്കരുത്. അങ്ങനെ രീതിയിലാണ് ഇപ്പോൾ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് കിട്ടാണ്ടിരുന്ന സംഭവങ്ങൾ അവർക്ക് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മളൊക്കെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. യെസ്, നോക്കിക്കോ, ഒരു 3 കൊല്ലം കഴിയുമ്പോൾ കീർത്തി ഈ സമയത്തിരുന്ന് കരയണം. സീരിയസ്ലി സത്യം അത്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു സാധനം ഉണ്ടെങ്കിൽ നന്നായിരുന്നല്ലേ. ചിക്കൂസ് പോവാ ഗൈസ്, നമുക്ക് വിളിക്കാറല്ലേ. അപ്പൊ ഗൈസ് നമ്മുടെ ബാങ്ക് എടുന്ന് ഉറങ്ങാൻ നോക്കട്ടെ. നാളെ 9:15 നമ്മുടെ ബാങ്ക് എടുക്കട്ടെ. പാറിന് നേരത്തെ കിട്ടി ഉറക്കി, അതിന് സമാധാനം. നാളെ രാവിലെ എനിക്ക് അത്ര ക്ഷീണം ഉണ്ടാവില്ലല്ലോ. അവന്റെ വാശി തുടങ്ങി. അപ്പേട്ടാ നാളെ രാവിലെ പോലെ ഞങ്ങൾ നാളെ ദിവസത്തിനോട് ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ രാവിലെ കാണാം അല്ലേട്ടാ. നിങ്ങൾ എല്ലാരും നമ്മുടെ മൊക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേച്ചി എല്ലാവരും പ്രാർത്ഥിക്കാം നല്ല മോളായിട്ട് വളരാൻ. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും. കാശി ബായ് കൊടുക്ക്. ബായ് കൊടുക്ക് കാശി. അവന് വിശക്കുന്നുണ്ട് ഗായ്സ്, അവന് വിശക്കുന്നുണ്ട്. ഓക്കെ ബൈ.